ഒന്ന് അഴീക്കോട് ഞാൻ ജയിക്കും. രണ്ടാമത് കേരളത്തിലെ പിണറായി 2-ാം തീയതി വരെ ഉള്ളൂ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. UDFന്റെ ഒരു ടൈമാണ് ഇനി വരാനുള്ളത്. കേരളത്തിൽ ശക്തമായ ഒരു പ്രോ ഇൻകംബൻസി ഭരണാനുകൂലമായ തരംഗമുണ്ടായിരുന്നു. തരംഗമെന്നല്ല പറയേണ്ടത്, സുനാമി എന്ന് തന്നെ പറയണം. അത് ഉറപ്പിച്ചു തന്നെ പറയണം. പിണറായിയുടെ സുനാമി ആയിരുന്നു കേരളത്തിൽ ആഞ്ഞടിച്ചത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. അതാ ജീവിതം. ഭരണപക്ഷം തോറ്റാ പ്രതിപക്ഷത്തിരിക്കണം. അവിടെ നിന്ന് എന്ത് കിട്ടാനാ? ചെലവ് നടക്കും. തൽക്കാലം അത് മതി. ഞങ്ങൾ തീരുമാനിക്കും, NDA തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്നുള്ളത്. പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. കേരളത്തിന്റെ എല്ലാ കണക്കുകളിലും NDAയുടെ സ്ഥാനം 0 മാറുന്നു. ഇതൊരിക്കലും ഹൃദയഭേദകമായ കാഴ്ചയായിരിക്കില്ലേ എപ്പോഴും സുജയ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കേണ്ട പന്നി പറ്റിപ്പോയടാ. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ. കൊണ്ടിരിക്കണം ആർക്കൊരു വിളി തോന്നിയെന്ന് പറയണ പോലെയാ. ചിലരൊക്കെ കൊണ്ടാലേ പഠിക്കൂ. ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പാ? ഇപ്പോഴാടാ നീ ഒരു നായകനായത്. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്. സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ്. അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം, മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവമില്ല. അങ്ങേപ്പോലൊരാള് ഇനി ഉണ്ടാവില്ല, സംശയമില്ല. ഒരു ചാബല്യവും തോന്നാതെ മനസ്സിനെ ദൃഢമാക്കി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചിരിക്കുന്ന അങ്ങ് ഒരു മഹാത്ഭുതം തന്നെയാണ്. നമ്മളെ സർക്കാർ പിണറായി വിജയന് പെർഫെക്റ്റ്. ഓക്കെ, എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്.